അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളതുകൊണ്ട് കല്യാണം വിളിക്കാൻ 50,000 ആളെങ്കിലും മിനിമം കല്യാണം വിളിക്കണം. ഞാൻ ആദ്യം ആലോചിച്ചു എൻ്റെ നാട്ടിലെ ബീച്ചിൽ കടപ്പുറത്ത് ഒരു കല്യാണം നടത്തിയാലോ എന്ന് ആലോചിച്ചു. എൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെ മകൻ്റെ മകളെ കല്യാണം കടപ്പുറത്ത് നടത്തി എല്ലാവർക്കും കപ്പയും മീനും കൊടുക്കണം എന്നുള്ളത്. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എൻ്റെ വീടിന് ചുറ്റുവട്ടത്ത് കല്യാണപ്രായം കഴിഞ്ഞിട്ട് അച്ഛനില്ലാത്ത വാപ്പില്ലാത്ത പല കുട്ടികളും കാണാറുണ്ട്. ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് പലരും സങ്കടവും വിഷമം പറയാനുണ്ട്. ഞാൻ എൻ്റെ മകനുമായും എൻ്റെ കുടുംബക്കാരും ഭാര്യ ഉൾപ്പെടെ മക്കളുമായി സംസാരിച്ചപ്പോൾ മക്കൾ എന്നോട് പറഞ്ഞു, അച്ഛോ ആദ്യം ആളെ വിളിച്ച് ആ കല്യാണം നടത്തുന്നേക്കാൾ വേദം ഈ നമ്മുടെ വീടിന് അയൽവക്കത്തുള്ള അച്ഛനില്ലാത്ത ഒരു കുട്ടി, അച്ഛൻ 1.5 വയസ്സിൽ അച്ഛനും മരിച്ചു പോയതാണ്, ആക്സിഡൻറ്റിൽ വാപ്പ മരിച്ചൊരു കുട്ടി, ഈ പൈസ അവർക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കല്യാണത്തിന് നിനക്ക് കൊടുക്കണമെന്ന് നല്ലത്. എൻ്റെ മക്കളുടെയും എൻ്റെ ഭാര്യയുടെയും തീരുമാനം ഞാൻ ശിരസ വഹിച്ചു. എനിക്ക് തോന്നിയത് ശരിയാണ്. ഞാനതുകൊണ്ട് എൻ്റെ കല്യാണം ചുരുക്കി